ഓറഞ്ചിന്ന് ചെറുനാരങ്ങയിലോട്ട് മാറിയതായിരുന്നു സെവനപ്പിന്റെ തലവരെ തന്നെ സെവനപ്പിന്റെ ചരിത്രം തന്നെ മാറ്റിയിട്ടുള്ള കഥ കേട്ടോ. 1929 സെവനപ്പ് കണ്ടെന്നത്. അതായത് 105 വർഷത്തിലധികം പഴക്കമുള്ള കമ്പനിയാണ് സെവനപ്പ്. ചാൾസ് ഡിഗർ ഗ്രിഗ് എന്ന മനുഷ്യനാണ് ഹൗഡി കോർപ്പറേഷനിൽ വെച്ചിട്ട് ആദ്യമായിട്ട് കണ്ടെന്നത്. അക്കാലത്ത് ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള, അത് തുടക്കകാലങ്ങളിൽ സെവനപ്പ് എന്ന കമ്പനി ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സിലായിരുന്നു സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് മാത്രമായിരുന്നു അവർ ഇറക്കാനുണ്ടായിരുന്നത്. എന്നാൽ അക്കാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം, മാർക്കറ്റിൽ പല കമ്പനികളും പല വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളും, അതായത് പലതരത്തിലുള്ള ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവർ ഇറക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സെവനപ്പ് എന്ന കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതായത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളാണ് അങ്ങനെ ഇരിക്കലാണ്ടാവുള്ളൂ, ഒരു ഗ്രോത്തും ഉണ്ടാവില്ല, വെട്ടിമ്പൂട്ടി നാളെ പോകേണ്ടിയിരുന്നു ധരിച്ചിട്ട് അവർ നാരങ്ങൻ്റെ ചെറുനാരങ്ങൻ്റെ ടേസ്റ്റിൽ വരുന്ന അത്തരത്തിലുള്ള ലെമൺ ലൈമും കാര്യങ്ങൾക്ക് അത്തരത്തിലുള്ള സോഡകളും കാര്യങ്ങളൊക്കെ ഇറക്കി നോക്കുകയാണ്. അത് വൻ സക്സസ് ആവുകയാണ്. നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാണ്, വാങ്ങിയവരെ വീണ്ടും വീണ്ടും കുടിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അക്കാലത്ത് ബിബ് ലാബൽ ലിഡിയേറ്റഡ് ലൈം സോഡ എന്ന പേരിലായിരുന്നു അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ പേരിൽ പിന്നീട് 1936 വർഷം 1936 ഈ ഒരു ബിബ് ലാബൽ ലിഡിയേറ്റഡ് ലൈം സോഡ എന്നുള്ള ഒരു പേര് സെവനപ്പിലോട്ട് ഷോർട്ടാക്കി മാറ്റുന്നത്. സോ ഇതാണ് മക്കളെ സെവനപ്പിന്റെ കഥ. സെവനപ്പിന് പറയാനായിട്ടുള്ള കഥ എന്ന് പറഞ്ഞാൽ ഇതാണ്.